أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ ഒരു വിഭാഗം ഏത് കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തുടങ്ങിയിട്ട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് സഹാബത്തെ കിറാമിൻ്റെ ഇടയിൽ അവർക്കും പണി ഫിത്നയുണ്ടാക്കലാണ്. ഇങ്ങനെ ഈ കാലഘട്ടം വരെയുള്ള ഒരു സെക്കൻഡും ഒഴിഞ്ഞു പോയിട്ടില്ല. ഫിത്നയുണ്ടാക്കുക അവർക്കുള്ള ആകെ ജോലി എന്താണ്? ഫിത്ന ഉണ്ടാക്കാൻ എളുപ്പമുള്ള വഴി എന്താണ്? ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരെ, മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ തെറി അഭിഷേകം ചെയ്യുക, പണ്ഡിതന്മാർക്കെതിരിൽ കൊഞ്ഞനം കാട്ടുക, ഇതല്ലാതെ അവർക്ക് പണിയില്ല. എന്നാൽ ഈ വിദ്വാൻമാർക്ക് വല്ല വിദ്യാഭ്യാസവും വല്ല വിവരവും ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അവർക്ക് ആകെ ഒരു വിവരമേ ഉള്ളൂ. ഇതിങ്ങനെ കൊഞ്ഞനം കാട്ടുക, സ്വന്തത്തോടാണ് അത് വിവരക്കേട് വരുന്നത് എന്ന കാര്യം പോലും ചിന്തിക്കാതെ കൊണ്ടുപോയി ഖുർആനെയും അതുപോലെ തന്നെ ഹദീസുകളെയും അതുപോലെ തന്നെ തുടങ്ങിയ എല്ലാ ദീനിൻ്റെ ഗ്രന്ഥങ്ങളെയും താറടിച്ച് കാണിക്കുക, മഹാന്മാരെ താറടിച്ച് കാണിക്കുക, ഇത് മാത്രമാണ്. ഇപ്പോൾ ഇതാ മഹിബ്ദീൻ മാലയിലെ ഒരു വരിയെടുത്തിട്ടാണ് ഈ വിദ്വാൻ ഇറങ്ങിത്തിരിച്ചത്. അത് തീർത്തും ഖുർആൻ എതിരാണ് അവൻ പറഞ്ഞത്. തീർത്തും ഖുർആനെതിര്, അള്ളാഹ്ക്കെതിരിൽ കളവ്. അതപ്പം നിങ്ങളൊന്ന് കേൾക്കി ആദ്യം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, ചെലവിന് കൊടുക്കുന്ന, സാലറി കൊടുക്കുന്ന, വരിസംഖ്യ കൊടുക്കുന്ന പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം, ഈ വരി അതിലുണ്ടോന്ന് ചോദിക്കാൻ. ഉണ്ടോ? ശരി, അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക്, മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞു, എന്നെ ഏത് നാട്ടിൽ നിന്ന് ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വൈബൂട ഉത്തീരം നൽകും ഞാനെന്നോവ. എന്താ പറഞ്ഞു? വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. പിന്നെ ആരെങ്കിലും അള്ളാഹ്നോട് പ്രാർത്ഥിക്കോ? വിളിക്കൂല. അള്ളാഹ്നോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാന്ന്? ഇല്ലല്ലോ. അള്ളാഹ് എന്താ പറഞ്ഞു? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹ് പറഞ്ഞതിന്റെ 4 ഇരട്ടിയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. അതുകൊണ്ടാണ് വണ്ടി ആക്സിഡന്റിലായാൽ മുഹിയുദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അപകടം സംഭവിക്കുമ്പോൾ തിരിങ്ങളെ എന്ന് വിളിക്കും. കാരണം എന്താ? അള്ളാനെ വിളിച്ച ഉത്തരം കിട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നാട്ടിലെ ഈ പുസ്തകമുള്ള വീട്ടിൽ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് ബുക്ക് സ്റ്റാളിലും കിട്ടും. ഖുർആൻ കിട്ടാൻ മടിയുണ്ടെങ്കിലും ഈ സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ്. പോയി നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കി. ഇങ്ങനെ കെട്ടുകണക്കിന് മാറാപ്പ് പാണ്ഡങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത്? മഹിയുദ്ദീൻ മാലയിലുണ്ട്, മഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വല്ല നിലത്തുനിന്ന് ഒരുത്തനെ വിളിച്ചാൽ അവൻ്റെ വായി മൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന്. എന്നിട്ടോ അതിനോ പറഞ്ഞത് നിങ്ങൾ നോക്കി, ചെലവിന് കൊടുക്കുന്ന, നിങ്ങൾ വരിസംഖ്യ കൊടുക്കുന്ന കമ്മിറ്റിക്കാരോട് ചോദിക്കുക. എല്ലാം മോനെ ഉണ്ട്, നീ എല്ലാവരോടും ചോദിക്കാൻ പോട്ടുണ്ട്, അതിനകത്തുണ്ട്. മഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഒരുത്തനെങ്ങാനും എന്നോട് ചോദിച്ചാൽ ഉടനെ വായി മൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുന്നു. അത് പ്രപഞ്ചത്തിൽ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം 10,000 കോടി ആളുകൾ ഒറ്റയടിക്ക് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം ചെയ്തു കൊടുക്കും. അത് അമേരിക്കയിൽ നിന്നായി, ഫ്രാൻസിൽ നിന്നായി, ബ്രിട്ടൻ നിന്നായി, ഇന്ത്യ നിന്നായി, കേരളത്തിൽ നിന്നായി, കോഴിക്കോട് നിന്നായി, ഏടുന്നായി, ഉഗാണ്ടയിൽ നിന്നായി, അല്ല അന്റാർട്ടിക്കയിൽ നിന്നായി, എവിടെ നിന്നായി വിളിച്ചാൽ ഉടനെ ഉത്തരം ചെയ്യുന്ന മഹാനര് പറഞ്ഞത്. അത് പ്രപഞ്ചം അവർക്ക് വൈദൂരം ഇല്ല. അങ്ങനത്തെ ഒരു വൈദൂരം ഇല്ല. എന്നാൽ നമ്മൾ ഖുർആനിലേക്കൊന്ന് നോക്കുക. ഓൻ പറഞ്ഞ അള്ളാഹ് ഉത്തരം ചെയ്യുന്നാൽ ഇപ്പം ചെയ്തു തരുമെന്ന് പറഞ്ഞില്ല എന്ന്. അള്ളാഹ്ക്ക് കൈവ് കുറച്ചിക്കാണ് അവൻ ചെയ്തത്.
അള്ള പറയുന്നത് അള്ളാഹിനോട് ചോദിച്ചാൽ തന്നെ അള്ള പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാനേ പറഞ്ഞുള്ളൂ. അപ്പം എന്തൊക്കെ എടുത്തോണ്ടൊന്ന് കൊടുക്കേണ്ടി വരുമെന്നായില്ലേ അള്ളാഹു. ഇത്ര തരം താഴ്ത്തലും നടത്തിയത് ഇങ്ങനത്തെ ആളുകൾ മുനാഫിക്കിൻ്റെ അയലുകാരും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അള്ള പറയണത് ഞാനിങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരാന്നേ പറഞ്ഞുള്ളൂ, ഇന്ന സമയമെന്ന് പറഞ്ഞില്ല. എന്നാൽ അഖുറാനിൽ തന്നെ വേറൊന്നുണ്ട്. എന്താ പറഞ്ഞത്? ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ പറയപ്പെട്ട സന്ദർഭം അന്നേരം ഒരു വയസ്സായ കാക്കയാണ് എണീറ്റെന്ന് അങ്ങ് പറഞ്ഞത്. തങ്ങൾ കൽപ്പിച്ചാൽ വായി മൂടുന്നതിൻ്റെ കൺമീഴ് വെട്ടുന്നതിന് മുമ്പ് വായി മൂടുന്നതിൽ രസം നേരം വൈകിട്ടാ. കൺമീഴ് വെട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ തരാമെന്നാ പറഞ്ഞത്. ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിൻ്റെ കിലോമീറ്റർ എത്രയാണെന്ന് നോക്കിയാളാം. ഒക്കെ പോട്ടെ, നമ്മുടെ പുരയുടെ വരാന്തയിലുള്ള സാധനം കൺമീഴ് വെട്ടുന്നതിൻ്റെ മുമ്പ് തരാമെന്ന് ഏതെങ്കിലും ഒരു മുജാഹിദീനെന്ന് പറയാൻ കഴിയുമോ? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മടവൂർ മുദബ്ബിറുൽ ആലം മഹാനര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മമ്പറം തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മഹാന്മാരായ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വ്യക്തമാണ്. ഖുർആൻ സാക്ഷിയാണ്. ഈ ഖുർആനിനെയാണ് ഇവൻ എതിർത്ത് സംസാരിച്ചത്. അപ്പോൾ അള്ളാഹ്ക്കൊരു തരം താഴ്ത്തലും ഞാൻ ചെയ്തു തരാമെന്നേ പറഞ്ഞുള്ളൂ. നാവടിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിച്ച് ദീനുൽ ഇസ്ലാമിനെതിരിൽ വന്നാൽ, ദീനുൽ ഇസ്ലാമിനെതിരിൽ കൊഞ്ഞനം കാട്ടി വന്നാൽ ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് രക്ഷയില്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മുൻകഴിഞ്ഞു പോയ ഒരു മുനാഫിക്കുകൾക്കും ഒരു ഫിത്നക്കാർക്കും കാര്യങ്ങൾ നടന്നിട്ടില്ല. അവർ പരാജയപ്പെട്ടുക മാത്രമേ ഉള്ളൂ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയാറുള്ളൂ, അത് തന്നെ തീരണ്ട്. എല്ലാ മേഖലയിലേക്കും യോജിപ്പിക്കാൻ പറ്റുന്ന ഒന്നേ പറയേണ്ടിയാവുന്നുള്ളൂ. മുത്തുനബി തങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനാ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഒരു മുനാഫിക്ക് കളിച്ച അബ്ദുല്ലാഹി ഇബ്നു സലൂൽ, നിന്റെ മുൻഗാമിയായ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ മുത്തുനബി തങ്ങളെ കളിയാക്കിയിരുന്നു സഹാബത്തെ ക്രാമിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട്. മക്കത്തുനിന്ന് ഒരാൾ മരിച്ചു വീണെന്ന് ഇവിടുന്ന് പറയാ, ഇവിടെ സ്വന്തം ഒട്ടകം പോയിട്ട് അത് തരയാനല്ല വന്നത്. നീ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് സഹാബത്തെ ക്രാമിന് എന്നെ പോലുള്ള സാധാരണക്കാരായ ആളുകളിടയിൽ വന്നിട്ട് അവൻ പറഞ്ഞതാണ്, മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തങ്ങൾ പോലത്തെ ആളുകളെ തരയാൻ പോയ ഭാഗത്തേക്കല്ല ഇവൻ പോയത്. സാധാരണക്കാരായ കുറച്ച് ആളുകൾ തരയാൻ പോയ ഭാഗത്തേക്ക് വന്ന് പറഞ്ഞു, ഈ മുഹമ്മദിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ലേ? മക്കത്തുനിന്ന് ഒരാൾ മരിച്ചിരിക്കണമെന്ന് ഇവിടുന്ന് പറയാ, സ്വന്തം ഒട്ടകം പോയിട്ട് അത് തരയാനല്ല നമ്മൾ വന്നത്. ഉടനെ തന്നെ സഹാബത്തെ കിറാമും സുന്നികളായതുകൊണ്ട് നേതൃത്വത്തോട് തന്നെ ചോദിക്കുകയും സംശയം തീർക്കുകയും ചെയ്യും. ഉടനെ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ തങ്ങളെ അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടത്? ഉടനെ തന്നെ എല്ലാവരെയും യോഗം വിളിച്ചു. ഒരൊറ്റ ആളില്ലാതെ എല്ലാവരെയും സദസ്സിലിരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുനാഫിക്കുകളായ ആളുകൾ വ്യക്തമായിട്ട് അവനെ കൊണ്ട് മുനാഫിക്ക് എന്നു തന്നെ പറഞ്ഞാണ്. നിങ്ങൾക്കും അതേ അടയാളം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് നിങ്ങൾ മുനാഫിക്ക് എന്ന് വിളിക്കുന്നത്. നാളെ നിങ്ങൾ മാറിയാൽ നിങ്ങൾ നന്നാവും. അന്നെൻ്റെ വാദം ഞാൻ പിൻവലിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞു. മുനാഫിക്കുകൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് പോകരുത്. എൻ്റെ ഒട്ടകം എവിടെയാ പോയത് എന്ന് എനിക്ക് എൻ്റെ റബ്ബ് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്ന മലഞ്ചെരുവിൽ ഇന്ന മരത്തിൻ്റെ മുകളിൽ ഇന്ന രൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കൊണ്ടുപോയി ഇങ്ങോട്ട് കഴിച്ചു കൊണ്ടുവരുമെന്ന്. ഈ മുനാഫിക്കടക്കം പോയി, എല്ലാവരും പോയി. മുഹമ്മദ് നബി തങ്ങൾ എന്താണോ പറഞ്ഞത്, എന്താണോ വരച്ചു കൊടുത്തത്, ഈ വരക്ക് കണക്കാക്കി തന്നെ ഒട്ടകം അവിടെ നിലനിൽക്കുന്നു. അപ്പം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തത് ഒന്നുമല്ല. എൻ്റെ ഉമ്മത്തിൽ മഹാന്മാരായ ആളുകളുണ്ട്, അവരെപ്പറ്റി പല ആളുകളും കളിയാക്കുന്നവരുണ്ടാവാം. പക്ഷേ അത് ഹക്ക് അതല്ല. ഹക്ക് ഇതാണ്, അവർക്കൊണ്ട് കഴിയും. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളായ ആരിഫീങ്ങളായ ഔലിയാക്കളും അതിൽ നിന്ന് ദറജ കുറഞ്ഞ് മഹാന്മാരായ ഔലിയാക്കളും, അതുപോലെ തന്നെ ഉലമാക്കൾ, കാന്തബ്രഹ്മസ്ഥാപിനെ പോലുള്ള ഉലമാക്കൾ, അങ്ങനെ തുടങ്ങിയിട്ട് പിൽക്കാലത്തേക്ക് വരുന്ന മുതഅല്ലിമീങ്ങൾ വരെ അതിൽ പെടും. ആ കാന്തബ്രഹ്മസ്ഥാദിൻ്റെ കൂടെ തന്നെ ഒരു പക്ഷേ ഈ തരം താഴ്ത്തുന്ന ചില ആളുകളുണ്ടായേക്കാം. അവരുടെ ഫിത്നയും ചെലവാൻ പോകുന്നില്ല.
ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തരം താഴ്ത്തുന്നവരുണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് വരുന്ന എല്ലാ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലും ഇത് ഉണ്ടാവണം. അവരിൽ നിന്നുള്ള ഫിത്നയാണ് ഇവർക്ക് പ്രചോദനം നൽകിയതെന്ന കാര്യം മറന്നുപോകരുത്. ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മഹാനരെ പറ്റിയിട്ട് തരം താഴ്ത്തി സംസാരിച്ചപ്പോൾ അവർക്ക് പ്രചോദനം കിട്ടിയത് അതിൽ നിന്നാണ്. പ്രചോദനം കിട്ടിയ ഈ വർഗത്തെ, ഈ മുനാഫിക്കുകൾക്ക് തലപൊക്കാൻ വക വെച്ച് കിട്ടിയത്. അന്നേ നമ്മൾ ചോദിച്ചിരുന്നു, മുദബ്ബിറുൽ ആലം മഹാനരെ പറ്റി ഇത് പറയുമ്പോൾ മഹാനർക്ക് മാത്രമാണോ ഈ തരം താഴ്ത്തലുകൾ ഉള്ളത്? മുൻകഴിഞ്ഞു പോയ ഔലിയാക്കളെ പറ്റിയിട്ട് എന്തു പറയുന്നു എന്ന് അന്ന് ഞാൻ യൂട്യൂബിലോട് ചോദിച്ചത് ഇന്നും എൻ്റെ യൂട്യൂബിൽ കാണാൻ പറ്റും. ഇത് പ്രചോദനമാണ്. കാലഘട്ടത്തിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ, പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ് മുദബ്ബിറുൽ ആലം മഹാനരെ പറ്റിയിട്ട്. അത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിയിട്ട് കാന്തപുരം ഉസ്താദ് വിശദീകരിച്ചു, CP ഉസ്താദ് വിശദീകരിച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ വിശദീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു അഭിപ്രായം, അങ്ങനെ ലോകം നിയന്ത്രിക്കാമെന്നൊന്നും പറഞ്ഞാലൊന്നുമില്ല, അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ എല്ലായിടത്തും തിരഞ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും എന്നല്ല, അവിടെക്കാട്ട് തെരഞ്ഞു, അത്രയേ ഉള്ളൂ. ലോകം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ വക വിശദീകരണം ഉണ്ടാക്കലാണ് ഈ വർഗത്തിന് ഇങ്ങനെ വന്നത്, ഈ വർഗത്തിന് തലവെക്കാൻ. ഇപ്പം ഈ വർഗം പറയുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരും വിഡ്ഢികളായിരുന്നു എന്നായി മാറിയില്ലേ ഇവൻ്റെ സംസാരം? ഇക്കാലം അത്രയും ഇതുണ്ടായിരുന്നോ? എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ സംസാരിക്കുന്നവരോട് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് ഈ വക വിഷയങ്ങളൊക്കെ സംസാരിക്കാവും. ഏത് കാലഘട്ടത്തിലും ലോകം നിയന്ത്രിക്കുന്ന മഹാന്മാർ നിർബന്ധമാണ് പ്രപഞ്ചത്തിൽ. പക്ഷേ അവരെ കണ്ടില്ല എന്നതുകൊണ്ട് നമ്മളാവില്ല. ഇബ്നു തൈമിയ്യക്ക് പറ്റിയത് എന്താണ്? മഹാന്മാരായ ഔലിയാക്കളെ, ആരിഫീങ്ങളായ ഔലിയാക്കളെ തരം താഴ്ത്തി. ഇബ്നു സക്കക്ക് പറ്റിയതെന്താണ്? ആരിഫീങ്ങളായ ഔലിയാക്കളെ തരം താഴ്ത്തി. എനിക്ക് ആ വിവരമുള്ളത്, മറ്റവൻ അത്ര വിവരമല്ല എന്നുള്ളൊരു വ്യക്തി തീർത്തു. ഇങ്ങനെ തുടങ്ങി KM മൗലവിക്ക്, ഉമ്മർ മൗലവിക്കൊക്കെ പറ്റിയതെന്താണ്? ആ കാലഘട്ടത്തിൻ്റെ മഹാനായ മുദബ്ബിറുൽ ആലം മഹാനരെ പറ്റി തരം താഴ്ത്തൽ അങ്ങ് തുടങ്ങി. ഈ അപകടാവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇതിന് പ്രചോദനം പോയതും കൂടി ഈ കൂട്ടത്തിൽ ചേർത്തി പറയേണ്ടിയിരിക്കുന്നു. ഇതുണ്ടാവാൻ പാടില്ല. ഇവിടെ നമ്മൾ എന്തു ചെയ്യും? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസില്ലേ, 3 ദിവസം പട്ടിണിയാണ് കടന്നത്. 3 ദിവസം പട്ടിണി കടന്ന ചെങ്കണ്ണ് പിടിച്ചിരിക്കുന്നു. യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ ഒരാളെ കയ്യിൽ ഞാൻ പതാക കൈമാറും, അവൻ യുദ്ധം ജയിച്ചിങ്ങോട്ട് പോരുമെന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ മുന്നേ തന്നെ പോയി കുത്തിയിരുന്ന് നോക്കിയെന്ന് കാണാൻ പറ്റും ഹദീസുകളിൽ. പക്ഷേ ചോദിച്ച അലി എവിടെയാണ്? കിടക്കുകയാണ്. 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. മഹാനര് പോയിട്ട് ആ യുദ്ധം ജയിച്ചു പോകുന്നത് ഖൈബർ യുദ്ധത്തിലു. ഇത് നമ്മൾ എന്തു ചെയ്യും? ഈ ഹദീസ് നമ്മൾ എന്തു ചെയ്യും? എല്ലാം ഒക്കെ അടിച്ചൊതുക്കി കഴിഞ്ഞിങ്ങോട്ട് പോന്നിക്കുക. വെറും ഈ പടയങ്കി പോലും കഴിച്ചു വെച്ചപ്പോൾ സ്വഹാബത്തെ കിറാബത്തെ പടയങ്കി കഴിച്ചിട്ടാണ് അവൻ്റെ അടുത്തേക്ക് പോകുന്നത്. യാ റസൂലുള്ളാഹ്, എൻ്റെ അലിക്ക് അള്ളാഹ് കഴിവിനെ കൊടുക്കുമെന്നാണ് പറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ എന്തു ചെയ്യും? നമ്മളെന്തു ചെയ്യും? സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ എന്തു ചെയ്യും? മൂസാ നബി അലൈഹി ഇസ്ലാം വടികൊണ്ടടിച്ച് നൈൽ നദിയിലൂടെ കടന്നു പോയത് നമ്മൾ എന്തു ചെയ്യും? ഖുർആനിൽ നിന്ന് നിങ്ങളിങ്ങനെ തരം താഴ്ത്തുമ്പോൾ സൂക്ഷിക്കണം. ഇത് അപകടമാണ്. സ്വഹാബത്തെ കിറാമിനെ തരം താഴ്ത്താനുള്ള വഴികളാണ് നമ്മൾ വെച്ചു കൊടുത്തത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പലതരം വഴികളും വെച്ചു കൊടുത്തു. ഇന്ന് വരെ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ വരിയിൽ നിന്ന് ഒരാളും മിണ്ടിയിട്ടില്ല. കാരണം ഉടനെ പ്രതികരണം കിട്ടും. ഇപ്പം മിണ്ടിപ്പോകരുത് എന്ന ഒരു പ്രഖ്യാപനമാണ്. മിണ്ടിപ്പോകരുത് എന്ന പ്രഖ്യാപനം തൽക്കാലം നിങ്ങളെ മനസ്സിൽ വെക്കുക. പറയാൻ ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുണ്ടാവും എന്ന കാര്യം പറയാനുള്ളൂ. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി എന്തെല്ലാം വരാനുണ്ട്? റിഫായി ശൈഖുകളെ പറ്റി വരാനുണ്ട്, മമ്പൻ തങ്ങൾ പാപ്പനെ പറ്റി വരാനുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ വിഡ്ഢികളായിരുന്നു എന്നതിലേക്കല്ലേ ഇത് പോകുന്നത്? സ്വഹാബത്തെ കിറാമിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളായിരുന്നു എന്നല്ല ഇത് പോകുന്നത്? മുത്തുനബി തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ വിഷയങ്ങളൊക്കെ വിഡ്ഢികളായിരുന്നു എന്നല്ലേ പോകുന്നത്? ഇതിന് വഴി വെച്ചു കൊടുത്തത് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഇതിന് നമ്മൾ തടയിട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ആലിമീങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഈ വക സംസാരങ്ങൾ ഒതുക്കിയിട്ടില്ലെങ്കിൽ
മഹാനരെ പറ്റി തരം താഴ്ത്തുമ്പോൾ ഒരു പക്ഷേ മടവൂർ മഹാനർക്ക് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ റെഡി, നിങ്ങളെ വിശ്വാസം അങ്ങനെയാണെന്ന് വെക്കാം. അതല്ലല്ലോ, അതല്ല വിശദീകരിച്ചത്. അങ്ങനെ ലോകം നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാലൊന്നുമില്ല, അവിടെ എടക്കോ നോക്കിയിട്ടുണ്ടാവുന്നൊക്കെ ആക്കി മാറ്റിയാൽ മൊഹീദ്ദീൻ സൈഖ് തങ്ങൾ പറഞ്ഞത് എവിടെത്തും? ഞാൻ അറിയാതെ ഒരു ഇലയും ഇളകൂലാന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. റബ്ബാണ് കഴിവിനെ കൊടുക്കുന്നവൻ. പിന്നെ ഞാനായി തീരുമെന്ന് പറഞ്ഞ ഖുദ്സിയ ഹദീസ് നിങ്ങൾ അവിടെ വെക്കും. സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുത്ത ഒരു മനുഷ്യൻ ഞാനായി തീരുമെന്ന് പറഞ്ഞ ഖുദ്സിയ ഹദീസ് നിങ്ങൾ അവിടെ വെക്കും. തീർത്ത് പറയട്ടെ, അത് ഞാൻ കേട്ട ഹദീസ് എവിടുന്നാണ്? സൗദി അറേബ്യയിൽ നിന്ന് ശരിക്ക് വഹാബി ആശയമുള്ള പണ്ഡിതന്മാർ കുത്തുബ ഓതുന്ന സമയത്താണ് ഹദീസ് ഞാൻ കേൾക്കുന്നത്. ഞാനായി തീരുമെന്ന് പറഞ്ഞത് എടുത്തും. അപ്പോൾ അള്ളാ പറഞ്ഞേ ഞാനായി തീരുമെന്ന്. ഈ ഹദീസ് നിങ്ങളവിടെ വെക്കും. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇവനോട് എനിക്ക് പറയാനുള്ളത്, തൽക്കാലം എൻ്റെ പരിപ്പ് പോകില്ല, അത് വെറുതെയാണ്. അബ്ദുല്ലാഹിബ്നു സലൂൽ കുടുങ്ങിയ പോലെ നീ അങ്ങ് കുടുങ്ങിപ്പോകും എന്ന കാര്യം മറന്നു പോകണ്ട. തൽക്കാലം നിർത്തുന്നു. വേണ്ടി വന്നാൽ എതിർക്കുന്നവർക്കൊക്കെ എതിരെ ഇൻഷാ അല്ലാഹ് വരാൻ ഈ ഫക്കീറിന് കഴിവ് അല്ലാഹു തആല മടവൂർ മഹാനര് തന്നതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് വിചാരിച്ച് ഇനിയും കൊണ്ടുപോയിട്ട് കുരുവട്ടൂരിയാക്കണ്ട. ദയവായിട്ട് കുരുവട്ടൂരിനെ പറ്റിയിട്ട് ഒരഭിപ്രായം സമസ്ത കേരള പറഞ്ഞു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത്തോടിയാണ് ഞാൻ ചവിട്ടിയിട്ടില്ല. അതിരെ ദിക്കറിന് പോവാറുണ്ടായിരുന്നു, പക്ഷേ അത്തോടിയ പിന്നെ ഞാൻ ചവിട്ടിയിട്ടില്ല. അവരൊരു വാക്ക് ഞാനിട്ട് കേൾക്കാറുമില്ല. ഇത്രേ പറയാനുള്ളൂ. എന്നെ കൊണ്ടുപോയിട്ട് കുരുവട്ടൂരിയാക്കി ഒപ്പിച്ചിങ്ങാണ്ട് നിങ്ങൾ മടവൂർ മഹാനരെ പറ്റിയിട്ട് തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കൂലെന്ന് ആർക്കും തോന്നിപ്പോണ്ട. ഇത് ദീനുൽ ഇസ്ലാമിനെയാണ് തകർക്കുന്നത്, ഖുർആനിനെയാണ് തകർക്കുന്നത്, ഹദീസിനെയാണ് തകർക്കുന്നത്. അതിനെതിരെ കളിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് കളിക്കുക തന്നെ ചെയ്യും. തൽക്കാലം നിർത്തും.